friends, welcome back to Kerala Geography class of KAS Tutor. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടാണ്. ജീവജാലങ്ങളെ വിശേഷിച്ചും മനുഷ്യന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രതിഭാസങ്ങളെയാണ് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ദുരന്തങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ആന്ത്രോപോസെൻട്രിക് ഡിസാസ്റ്റേഴ്സ്. ബഹുവിധ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലുമുള്ള പ്രത്യേകതകളാണ് ഇതിന് കാരണമാകുന്നത്. ഒപ്പം ജനങ്ങളുടെ ശ്രദ്ധക്കുറവും വിവേകരഹിതമായ ഭൂവിനിയോഗ രീതികളും കാരണമാകുന്നുണ്ട്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മലനാട്, അടിവാര മേഖല, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഫിസിയോഗ്രഫിക് ഡിവിഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഇതിൽ കേവലം 17.68% മാത്രമാണ് തീരപ്രദേശ ഭൂപ്രകൃതിയുടെ വിസ്തൃതി. ബാക്കി മുഴുവനും ചരിവാണ്. തീരപ്രദേശത്തിൻ്റെ കിഴക്ക് ഭാഗം മുതൽ പ്രകടമാകുന്ന ചരിവ് അടിവാരം എത്തുന്നതോടെ കുത്തനെയാകാൻ തുടങ്ങുന്നു. തുടർന്നങ്ങോട്ട് ചെങ്കുത്തായ താഴ്വരകളും കീഴ്ക്കാം തൂക്കായ പാറക്കെട്ടുകളും നിറഞ്ഞതാണ് നമ്മുടെ ഭൂപ്രകൃതി. 31% വരുന്ന ഈ ഒരു ഭൂപ്രകൃതി ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ് എന്നിങ്ങനെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കരയിലേക്ക് എത്തുന്ന ജലപ്രവാഹമാണ് വെള്ളപ്പൊക്കം. അതായത് കനത്ത മഴയോ മറ്റു പ്രകൃതി ദുരന്തങ്ങളോ കാരണം ഒരു നദിക്ക് അതിൽ സാധാരണഗതിയിലുള്ളതിലധികം വെള്ളം ലഭിക്കുകയും നദിയിലെ വെള്ളം കര കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അരുവികളുടെയും നദികളുടെയും സാധാരണ ഗതി കവിഞ്ഞ് അടുത്തുള്ള സമതലങ്ങളിലേക്കും വരണ്ട പ്രദേശങ്ങളിലേക്കും ഒഴുകുന്നു. പശ്ചിമഘട്ടത്തിന്റെ ചരിവിലൂടെ കുതിച്ചു പായുന്ന 41 നദികളും മൺസൂൺ കാലത്തെ ശക്തമായ മഴയും കേരളത്തിൽ വെള്ളപ്പൊക്ക സാധ്യതയ്ക്ക് നിദാനമായ ഘടകങ്ങളാണ്. വിശേഷിച്ചും 17.68% മാത്രം വരുന്ന തീരപ്രദേശ ഭൂപ്രകൃതി. കൃത്യമായ രേഖകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും പഴയ കാലത്തും വലിയ വെള്ളപ്പൊക്കങ്ങൾ അനുഭവിച്ച നാടാണ് കേരളം എന്നതിന് ചില സൂചനകളുണ്ട്. അവയിൽ ചിലതാണ് AD 371 AD 1341 ഉണ്ടായ വെള്ളപ്പൊക്കങ്ങൾ. AD 1341 വൈപ്പിനിലെ ഭൂകമ്പത്തിൽ ഉണ്ടായ വെള്ളപ്പൊക്കം മൂലം മുസിരിസിൽ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ തീരത്ത് മണലടിഞ്ഞതോടെ വലിയ പത്തേമാരികൾക്ക് അവിടെ അടുക്കാൻ കഴിയാതെ വന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പ്ലിനി നാച്ചുറൽ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട്. അന്നുണ്ടായ പ്രളയത്തിൽ ഒഴുകിയെത്തിയ എക്കലടിഞ്ഞാണ് പുതുവൈപ്പ് ദ്വീപ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു വലിയ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം. 99 എന്നാൽ കൊല്ലവർഷം 1099 ജൂലിയൻ കലണ്ടർ പ്രകാരം ഇത് 1924. ഇനി നമുക്ക് പറയാനുള്ളത് ഉരുൾപൊട്ടലുകളെ പറ്റിയിട്ടാണ്. കേരള ഭൂപ്രകൃതിയുടെ 30%-ലധികം പ്രദേശങ്ങളിലും ചരിവ് ഏറെക്കുറെ കുത്തനെയാണ്. ശക്തമായ മഴ കൂടെ ആവുമ്പോൾ ഇത് ഉരുൾപൊട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. മഴയുടെ അളവിലല്ല, അത് ലഭിക്കുന്നതിലെ തീവ്രതയാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന സെക്ഷനിൽ ഫ്ലഡ്സ് ആൻഡ് ലാൻഡ്സ്ലൈഡ്സ് എന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 2018, 19, 20 ഉണ്ടായ പ്രളയം, 2018 കുറിച്ചിർമലയിലുണ്ടായ ഉരുൾപൊട്ടൽ, 2019 പുതുമലയിലും കവളപ്പാറയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ, 2020 പെട്ടിമുടിയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ. ഇതൊക്കെ കാരണമാണ് ഈ ഒരു ടോപ്പിക്ക് KS മെയിൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണങ്ങൾ. വ്യത്യസ്ത മേഖലകളിൽ ഫ്ലഡിൻ്റെയും ലാൻഡ്സ്ലൈഡ്സിൻ്റെയും ഇമ്പാക്റ്റ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്ട്സ് ഓൺ ഇക്കോസിസ്റ്റം എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഫ്ലഡും ലാൻഡ്സ്ലൈഡും കാരണമുണ്ടായ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രളയത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കെടുതി കേരളത്തിൻ്റെ എല്ലാ ഭൂപ്രകൃതിയെയും ബാധിച്ചിട്ടുണ്ട്. മലനാടിൻ്റെ 33% പ്രദേശങ്ങളിലും ഇടനാടിൻ്റെ 49% പ്രദേശങ്ങളിലും തീരദേശത്തിൻ്റെ 13% പ്രദേശങ്ങളിലും ഇത് ദുരന്തം വിതച്ചു. കുട്ടനാടും പത്തനംതിട്ടയിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. മണ്ണൊലിപ്പിൽ നദീതടങ്ങൾ തകർന്നു. ഇത് നദികൾ ഒഴുകുന്ന ദിശയിൽ വ്യത്യാസമുണ്ടാക്കി. മലിനീകരണം, വെള്ളപ്പൊക്കത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ഉപരിതല ജലനിരപ്പ് കുറഞ്ഞു.
ഇവയൊക്കെയാണ് എക്കോസിസ്റ്റത്തിൽ ലാൻഡ് സ്ലൈഡ്സും ഫ്ലഡും കാരണമുണ്ടായ കുറച്ച് ഇമ്പാക്ട്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ എങ്ങനെ ഇത് ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. സസ്യ മത്സ്യഗണനയിൽ മാറ്റങ്ങളുണ്ടായി. ചിത്രശലഭങ്ങളുടെയും പുഴുക്കളുടെയും രൂപാന്തരീകരണത്തിൻ്റെ ആദ്യ ഘട്ടത്തെ ഇത് ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ കാണുന്ന ഇവയുടെ ലാർവ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ശേഷം താരതമ്യേന കുറവാണ്. മാത്രമല്ല നെല്ലിയാമ്പതി ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നിന്നും വാൽമാക്രികൾ ഒഴുകി പോവുകയുണ്ടായി. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന പേർപ്പിൾ ഫ്രോക്സിൻ്റെ ബ്രീഡിംഗ് സൈറ്റ്സ് മണ്ണിടിച്ചിൽ പൂർണ്ണമായി നശിച്ചു. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പാമ്പുകൾ ഒക്കെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ ധാരാളമായിട്ട് കണ്ടു തുടങ്ങി. ഇതൊക്കെയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റിയിൽ വരുന്ന ചില ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കാർഷിക ആവാസ വ്യവസ്ഥയെ പ്രളയവും വെള്ളപ്പൊക്കവും എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. അതായത് ആഗ്രോ ബയോഡൈവേഴ്സിറ്റിയിൽ ഫ്ലഡും ലാൻഡ് സ്ലൈഡും കാരണമുണ്ടായ ഇമ്പാക്ട്സ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. കൃഷിയിടങ്ങളിൽ ചെളിയും കളിമണ്ണും നിക്ഷേപിക്കപ്പെട്ടു. മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുകയും ചെയ്തു. ഇടുക്കിയിലും വയനാട്ടിലും ചിലയിടങ്ങളിൽ കാർഷിക ഭൂമിയും തോട്ടവിളകളും മുഴുവനായും തുടച്ചു നീക്കപ്പെട്ടു. മാത്രമല്ല മലനാട് ഇടനാട് ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്യുന്ന വിളകളെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്ലഡും ലാൻഡ് സ്ലൈഡും നമ്മുടെ സംസ്കാരത്തിനെയും പൈതൃകത്തിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രശസ്തമായ ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും നമ്മുടെ ട്രഡീഷൻ്റെ പാർട്ടാണ്. ഇതിൽ പങ്കെടുക്കാനായിട്ട് സമീപ പ്രദേശത്ത് നിന്നും ആളുകൾ എത്തുന്നത് തിരുവോണത്തോണി എന്നറിയപ്പെടുന്ന പള്ളിയോടങ്ങളിലാണ്. ഇത്തരത്തിലുള്ള 51 തിരുവോണത്തോണികളിൽ 30 എണ്ണത്തിന് പ്രളയത്തിനിടെ കേടുപാടുകൾ സംഭവിച്ചു. 2 പൂർണ്ണമായും തകർന്നു. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് GI സർട്ടിഫൈഡ് കൈത്തറികൾക്ക് പേര് കേട്ട ചേന്നമംഗലം കൈത്തറി, ആ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ നെയ്ത്ത് യന്ത്രവും നൂലും റോ മെറ്റീരിയൽസും എല്ലാം പ്രളയത്തിൽ നശിച്ചു. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. അതായത് പമ്പ ആറന്മുള നദീതടങ്ങളിലെ തണ്ണീർത്തടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു പ്രത്യേകതരം കളിമണ്ണാണ് ഈ ആറന്മുള കണ്ണാടി നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. വെള്ളപ്പൊക്കത്തോടെ ഈ സ്ഥലങ്ങളിലെല്ലാം വ്യാപകമായിട്ട് മണ്ണും ചെളിയും നിക്ഷേപിക്കപ്പെട്ടു. അതോടെ ഈ കണ്ണാടി നിർമ്മാണത്തിന് വേണ്ട മണ്ണിന്റെ ലഭ്യത കുറഞ്ഞു. ഇതൊക്കെ കൂടാതെ മാരമൺ കൺവെൻഷൻ പോലെയുള്ള യോഗങ്ങൾ നടക്കാതെ പോയി. ജ്യൂ സിനഗോഗ് പോലെയുള്ള ഹിസ്റ്റോറിക് മോണ്യുമെന്റ്സിന് നാശനഷ്ടം സംഭവിച്ചു. ആലപ്പുഴ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന കയർ യൂണിറ്റിനെയും ഇത് സാരമായി ബാധിച്ചു. ഇത്തരത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക മേഖലയെയും ഫ്ലഡും ലാൻഡ് സ്ലൈഡും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ലാൻഡ് സ്ലൈഡും ഫ്ലഡും കാരണം വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കേരളത്തിനെ ദുരന്ത സാധ്യത ഏറെയുള്ള മേഖലയാക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് എന്താണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഉത്തരമാണ് സോയിൽ പൈപ്പിംഗ്, ലാൻഡ് സബ്സിഡൻസ്, ലാറ്ററൽ സ്പ്രെഡ് എന്നീ 3 പോയിന്റുകൾ. എന്താണ് സോയിൽ പൈപ്പിംഗ്, ലാൻഡ് സബ്സിഡൻസ്, ലാറ്ററൽ സ്പ്രെഡ് എന്നൊക്കെയുള്ള നമുക്കിനി നോക്കാം. മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഊറിയിറങ്ങുന്ന വെള്ളം മണ്ണിനെ പൂരിതമാക്കുകയും ഉറപ്പ് കുറവുള്ള മേഖലകളിലെ മണ്ണ് ഭൂമിക്കടിയിലൂടെ തന്നെ കുഴലുകൾ പോലെയുള്ള ചാലുകളിലൂടെ ഒഴുകി പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ സോയിൽ പൈപ്പിംഗ് അല്ലെങ്കിൽ കുഴലീകൃത മണ്ണൊലിപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മണ്ണൊലിച്ചു പോകുന്നതിൻ്റെ ഫലമായിട്ട് മണ്ണിടിച്ചിൽ മുതൽ ഉരുൾപൊട്ടലുകൾ വരെ ഉണ്ടാകാം. ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മണ്ണിടിച്ചിൽ തന്നെയാണ്. അതായത് ഭൗമാന്തർ ഭാഗത്ത് പൈപ്പിംഗ് മൂലമുണ്ടായ വിടവുകളിലേക്ക് മുകൾ ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് വിള്ളലുകൾ രൂപപ്പെടുത്തുന്നു. അത് ഭൗമതലത്തിൽ അല്പമായോ അല്ലെങ്കിൽ ഒറ്റയടിക്കോ താഴ്ന്നു പോകുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിനെയാണ് നമ്മൾ ലാൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. ലാറ്ററൽ സ്പ്രെഡ് അല്ലെങ്കിൽ ലാറ്ററൽ ഫ്ലോ എന്നത് മണ്ണൊലിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത്
സാധാരണ ചരിവുകളിലാണ് ഇത് രൂപം കൊള്ളുന്നത്. കളിമണ്ണോ വെള്ളം വലിച്ചെടുക്കുന്ന മണൽപാളികളോ ആയ അടിത്തട്ടിന് മുകളിലായിട്ടുള്ള ഉറച്ച ഭൂപ്രതലത്തിൽ സാച്ചുറേഷൻ കാരണം മണ്ണിന്റെ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത്. ദ്രാവകം പോലെ മണ്ണൊലിച്ചു പോകുന്ന പ്രതിഭാസത്തിനെയാണ് ലാറ്ററൽ സ്പ്രെഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സോയിൽ പൈപ്പിങ്ങും ലാൻഡ് സബ്സിഡൻസും ലാറ്ററൽ സ്പ്രെഡുമൊക്കെ കേരളത്തിൽ ഇത്രത്തോളം ദൃശ്യമാകുന്നത്? അതിൻ്റെ ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. നദീതടങ്ങളിലെ ഭൂവിനിയോഗ മാറ്റം, നദിക്കരികിലായുള്ള സമതലങ്ങളുടെ കയ്യേറ്റവും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും, നദീതീരത്തുണ്ടാകുന്ന വെജറ്റേഷൻസ് നീക്കം ചെയ്യുന്നത്, മലയോര പ്രദേശങ്ങളിലെ നിർമ്മാണ പ്രവർത്തനം, അശാസ്ത്രീയമായ കാർഷിക രീതി, മഴവെള്ളക്കുഴികളുടെയും ജലസംഭരണികളുടെയും കുളങ്ങളുടെയും അശാസ്ത്രീയമായ നിർമ്മാണം, അനിയന്ത്രിതമായ നിലം നികത്തൽ, വന ഉൽപ്പന്നങ്ങളുടെ അൺസസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ, ഖനനം പോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് സോയിൽ പൈപ്പിങ്ങിലേക്കും അതുവഴി മണ്ണൊലിപ്പിലേക്കും മണ്ണിടിച്ചിലേക്കുമൊക്കെ നയിക്കുന്നത്. നമ്മൾ കുറച്ചു മുന്നേ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഉണ്ടാക്കിയ ഇമ്പാക്ട്സ് കണ്ടു. അത്തരത്തിലുള്ള ആഘാതങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ ആത്മാവ് വീണ്ടെടുക്കാനായിട്ട് ഒരു സുസ്ഥിര വികസന പദ്ധതി അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ പ്രാദേശിക തലത്തിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണമുണ്ടായ ജൈവ വൈവിധ്യ നഷ്ടത്തെക്കുറിച്ച് വിലയിരുത്താനായിട്ട് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന് നിർദ്ദേശം നൽകുകയുണ്ടായി. ദുരിതബാധിത ജില്ലകളിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സഹായത്തോടെ നടത്തിയ സർവേ പ്രകാരം 2019 പുറത്തിറക്കിയ ഇമ്പാക്ട് ഓഫ് ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ് ഓൺ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പോർട്ട് പ്രകാരം ദുരന്തബാധിത മേഖലകളെ തരംതിരിക്കുകയും സ്ലോപ്പ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി അനുയോജ്യമായ നേറ്റീവ് സ്പീഷീസ് ഉപയോഗിച്ച് വനവൽക്കരണം നടത്തുകയും വേണം. ഭൂവിനിയോഗ മാറ്റം പ്രോത്സാഹിപ്പിക്കരുത്. മാത്രമല്ല നദീതടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ ഓഡിറ്റിന് വിധേയമാക്കണം. വനങ്ങൾക്ക് സമീപത്തായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ഒരു ഗ്രീൻ ഗ്രോത്ത് പോളിസി അഡോപ്റ്റ് ചെയ്യണം. ഈ ഗ്രീൻ ഗ്രോത്ത് പോളിസിയെ നമുക്ക് ഹരിത വളർച്ചാ നയം എന്ന് വിളിക്കാം. അതായത് പ്രകൃതി നൽകുന്ന എല്ലാ സേവനങ്ങൾക്കുമുള്ള എക്കണോമിക് പൊട്ടൻഷ്യൽ അളന്നുകൊണ്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് ഗ്രീൻ ഗ്രോത്ത് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധമായ വെള്ളവും വായുവും ഭക്ഷ്യ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ജൈവ വൈവിധ്യമൊക്കെ സാമ്പത്തിക മൂല്യമുള്ള സേവനങ്ങളാണ്. അടുത്ത റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നോക്കാം. തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികത നിലനിർത്താൻ പഞ്ചായത്ത് ലെവലിൽ ഒരു ജലസംരക്ഷണ പദ്ധതി സ്വീകരിക്കണം. ഗ്രാമസഭ യോഗം കൂടുമ്പോൾ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനെ പറ്റി ചർച്ചകൾ നടത്തുകയും പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കുകയും വേണം. അരുവികളുടെയും പോഷക നദികളുടെയും പുനരുജ്ജീവനം നടത്തി പ്രളയത്തിന്റെ കെടുതി കുറയ്ക്കണം. കൃഷിക്കാർക്കും കാർഷിക വൈവിധ്യം നിലനിർത്തുന്നവർക്കുമായിട്ട് സ്പെഷ്യൽ പാക്കേജ് എന്നതൊക്കെയാണ് റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന റെക്കമെൻഡേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഫ്ലഡ്സിനെ പറ്റിയും ലാൻഡ് സ്ലൈഡ്സിനെ പറ്റിയിട്ടുമാണ്. എന്താണ് ഫ്ലഡ് എന്നുള്ളത് നമ്മൾ കണ്ടു, എന്താണ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ കേരളത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടു. പിന്നെ ഓരോ മേഖലയിലും ഇവ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തത് എന്നുള്ളത് കണ്ടു. അതിൻ്റെ റീസൺസ് കണ്ടു. ഫ്ലഡിനെയും ലാൻഡ് സ്ലൈഡിനെയും പറ്റി പഠിക്കാൻ വന്ന ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരമുള്ള റെക്കമെൻഡേഷൻസും നമ്മൾ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് KAS ട്യൂട്ടർ.